എന്റെ പേര് പറയുന്നത് അഖിലാണ്. ഞാൻ കൊളപ്പുള്ളി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കമ്പനി ഉള്ളത്. കാസ്റ്റിൽ എന്നാണ്. കാസ്റ്റിൽ വിൻഡോ ഫ്രെയിം ടെക് ഇൻഡസ്ട്രി ആണ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത് പറഞ്ഞാൽ ഫുള്ള് ഡാറ്റയുടെ 16 kg 120 GSM-ലാണ് എല്ലാം ചെയ്യണത്. അതേപോലെ തന്നെ പോളി പൈപ്പും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അച്ഛൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കോൺട്രാക്ടർമാർ, എഞ്ചിനീയർമാർ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ യാദൃശ്യമായിട്ട് ഞാനും ഈ ഒരു ഇൻഡസ്ട്രി മേഖല തന്നെ സെലക്ട് ചെയ്യാൻ നോക്കാൻ മെയിൻ കാരണം അതൊക്കെ തന്നെയാണ്. കാരണം പണ്ട് മുതലേ നമ്മൾ കണ്ടു പറഞ്ഞ ഇതാണ്, കാലത്തെ വീടുകളൊക്കെ കണ്ടു നല്ല ലെവലായിരുന്നു. അപ്പോഴാണ് ഇതിനെ ഒരു സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. പിന്നെ ഒന്നാമത് റേറ്റിൽ കുറച്ച് ഡിഫറൻസ് കൊടുക്കലും കാര്യങ്ങളും നമ്മൾ സാധാരണക്കാരെ മെയിനായിട്ട് നോക്കണം. നോർമലായിട്ട് നമ്മളിപ്പോ നാട്ടിൽ പറഞ്ഞപ്പോ മരം പറഞ്ഞിട്ടുണ്ടാകും പണ്ടത്തെ പോലെ ഒരു ഇത് കിട്ടണത് അല്ല, പരമാവധി 6 മാസത്തിന്റെ പോലും കാലാവധി കിട്ടാത്തൊരു ഇതേപോലെ ആയിരുന്നു നമ്മളെ മരങ്ങളൊക്കെ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ സാധ്യത നമ്മൾ ഉറപ്പ് പറയണം. പിന്നെ റേറ്റിലും ഭയങ്കര ഡിഫറൻസ് ആണ്, മരത്തിനേക്കാൾ റേറ്റിൽ ഭയങ്കര ഡിഫറൻസും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇത് സ്റ്റീൽ യൂസ് ചെയ്യാൻ മെയിൻ കാരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്ന ചെതൽ എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞാൽ കട്ട്ളയിലും എല്ലാവരും വരുന്ന നല്ല സാധാരണയാണ്. ഇതിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, ചെതലോ അങ്ങനെ തുരുമ്പ് പിടിക്കുക അങ്ങനെയുള്ള ഒരു ഇതും ഉണ്ടാവില്ല. കാരണം ടാറ്റയുടെ ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത്. അങ്ങനെ ഒരു കംപ്ലൈൻസ് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ അതിന്റെ ചെതലിന്റെ മെയിൻ ആയിട്ട് മരത്തിനേക്ക് മാറിയിട്ട് സ്റ്റീൽ ഉപയോഗിക്കാൻ മെയിൻ കാരണം. അതെ അതെ, അപ്പോക്സി നമ്മളിത് അടിക്കുന്നത് MRPന്റെ അപ്പോക്സിയാണ് ഇതില് പ്രൊവൈഡ് ചെയ്യുന്നത്. സിംഗിൾ പാക്കിന്റെ ഇതാണ് നമ്മൾ ചെയ്യുന്നത് കൊടുക്കുന്നത്. തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കമ്മിയാവാനുള്ള കാരണം മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ലോക്കൽ സിസ്റ്റം ആണ്. ഒക്കെ നമുക്ക് ജോയിന്റ് കൊടുത്തിട്ട് ജസ്റ്റ് സ്പോട്ട് അടിച്ചാൽ മാത്രം മതി. അല്ല ഒരുപാട് പണ്ടത്തെ പോലെ വെൽഡിങ്ങർ ഉപയോഗിക്കുന്ന പോലെ അത്രയ്ക്കും വെൽഡിങ് നമുക്ക് ഇതിൽ വരുന്നില്ല. ജസ്റ്റ് ഒരു 2 പോയിന്റ് അടിക്കുക, എന്നിട്ട് നമുക്ക് പെയിന്റ് അടിക്കുക, സാധാ ഫ്രെയിമർ അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ജോയിന്റുകൾ, വെൽഡിങ്ങിന്റെ ജോയിന്റുകൾ ഇല്ല. അതാണ് മെയിൻ ഇതിൽ വരുന്നത്. ഞാൻ കസ്റ്റമറിനെ ഡെയിലി അവരായിട്ട് സംസാരിക്കാറുണ്ട് ഫീഡ്ബാക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മള് അവരായിട്ട് സംസാരിച്ച് അവരുടെ എങ്ങനെയെങ്കിലും വല്ല തൂക്കത്തിലോ വല്ല എന്തെങ്കിലും മാറ്റം അങ്ങനെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരായിട്ട് ചോദിച്ചിട്ട് അതന്നെ കറക്റ്റ് ആക്കാറുണ്ട്. ഞാൻ പരമാവധി നമ്മള് ചെയ്യാറുണ്ട്. നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മളെ കുറച്ചുകൂടെ ബഡ്ജറ്റ് കമ്മിയാക്കിയിട്ടുള്ളത് 3ക്ക് 2.5 അങ്ങനെയുള്ള ചെറിയൊരു ഡിഫറൻസിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നത് 4ക്ക് 2.5 3ക്ക് 2.5 അങ്ങനെയുള്ള റേറ്റിലൊക്കെ നമുക്ക് ഡിഫറൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയതാണ്. 3ക്ക് 2.5 കുറച്ച് റേറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന് ഭയങ്കരമായിട്ട് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ പറഞ്ഞ കസ്റ്റമർ സൈസ് ആണ് പല വിൻഡോസ് ആയാലും നമ്മളെ നാട്ടിൽ നോർമലായിട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 കള്ളി 2 കള്ളിയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് പല രീതിയിൽ പല ഷേപ്പിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ വന്നിട്ട് ഫ്രണ്ട് ഡോർ വന്നിട്ടുണ്ടെങ്കിൽ പണ്ട് വന്ന നോർമൽ ഡോർ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. ഇപ്പൊ അങ്ങനെയല്ല, മഞ്ചേരി അതിന്റെ പ്ലസ് വിൻഡോസ് അങ്ങനെ ആയിട്ട് ആഡ് ചെയ്തിട്ട് പല എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും അതിന് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതില് കസ്റ്റമർ സൈസിൽ തന്നെ ഇപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിൽ ഏത് റൗണ്ട് സർക്കിൾ ആയാലും എങ്ങനെയായാലും നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള മെഷീനറികളും അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസിനും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് പല സൈസിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പൊ കസ്റ്റമർ സൈസിൽ എങ്ങനെ ഏത് ഇപ്പൊ കസ്റ്റമർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് അവരെ സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഇതുണ്ട്, നമ്മളെ മെഷീനറികൾ ഉണ്ട് നമ്മുടെ കയ്യില്. സപ്പോർട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് 3-4 സ്റ്റാഫുകൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഉണ്ട്. പിന്നെ ഫീൽഡിൽ ഒരാള് ഫീൽഡിലേക്ക് ആയിട്ട് നമ്മളെ കസ്റ്റമറുടെ ഓർഡർ എടുക്കാനും അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ഉണ്ട്. ലേബേഴ്സിന്റെ ആയാലും മാക്സിമം നല്ല സപ്പോർട്ട് വേണം. എല്ലാ കാര്യത്തിനായാലും നമുക്ക് കൂടുതൽ പഠിക്കുകയാണ് ഞാൻ അവരുടെ കുറച്ച് കാര്യങ്ങളായിട്ട്. നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അല്ല അവരെ തന്നെയാണ് ഞാൻ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞാലേ നമ്മുടെ അച്ഛനായാലും അച്ഛന്റെ അനിയന്മാരും അവരൊക്കെ ഈ കോൺട്രാക്ടർ എഞ്ചിനീയർമാർ എന്ന ബേസിലുള്ളത്. അപ്പൊ നമ്മൾ ഇതേപോലെ കണ്ടു വളർന്നവരാണ്. ഈ ഒരു മേഖലയിൽ നമ്മൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ടും ഇതിനായിട്ട് കുറച്ച് കൂടുതൽ അറിയാൻ തോന്നി. അപ്പൊ അങ്ങനെയാണ് ഈ മേഖലയ്ക്ക് ഞാൻ മെയിനായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം ഉണ്ടായിരുന്നു. ഫാമിലി അച്ഛൻ്റെ അമ്മ ഏട്ടൻ, അച്ഛനും ഞാനും കൂടിയിട്ടാണ് അതിൽ പാർട്ട്ണറായിട്ട് അച്ഛനാണ് ഉള്ളത്. അച്ഛൻ ഔട്ട് സൈഡ് വർക്കുകൾ എന്നുണ്ടെങ്കിൽ എല്ലാ വർക്കുകളും ഗേറ്റ് ഗ്രില്ല് ഡ്രസ് ഒക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളും ഒക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പാർട്ട്ണർഷിപ്പിലാണ് പോകുന്നത്. അതെ അതെ, നമ്മൾ ഡാറ്റയുടെ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ 16 kg നമ്മൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. മാക്സിമം അങ്ങനെയുള്ള ഗ്രൗട്ട് സിമെന്റിന്റെ ഇതൊക്കെ വരുമ്പോൾ മാക്സിമം അപ്പപ്പോ ഉള്ളത് അപ്പപ്പോ ക്ലീൻ ചെയ്യാണ് ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ
ഇവിടുന്ന് കസ്റ്റമേഴ്സ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ മെയിൻ ആയിട്ട് അത് പറയാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഒരു ലേബർ അധികം കയറിയാ ചെയ്യാം വീട്ടുകാർക്ക്. കാരണം അത് ആ ഗ്രൗട്ടും കാര്യങ്ങളും ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. പിന്നെ അതിന്റെ മേലെ നമ്മൾ പെയിന്റും കാര്യങ്ങൾ അടിക്കുമ്പോൾ അവർ ക്ലീൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ലേബർ കയറാൻ സാധ്യത കൂടുതലാണ്. പരമാവധി അപ്പൊ തന്നെ ക്ലീൻ ചെയ്യാണ് ഏറ്റവും ബെറ്റർ. പിന്നെ കവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ ഏറ്റവും ബെറ്റർ. പിന്നെ ഫൈനൽ ടൈമില് ആയിട്ട് നമ്മളെ പുട്ടിയും പെയിന്റിങ് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന സിസ്റ്റം നമ്മളെ കയ്യിലുണ്ട്. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പുതിയ പുതിയ അപ്ഡേഷനുകളെ നോക്കിയിട്ട് പരമാവധി അതിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പുതിയ പുതിയ ടെക്നോളജിക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ പോകുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കമ്പനിയിലേക്ക് പോകാനുള്ള ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. മെയിനായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്റെ നാട് വന്നിട്ട് നമുക്ക് എപ്പോഴും ഒരു ഉള്ളിലൊരു ഇതുകൊണ്ടാണ് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ നോക്കാത്ത. ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. അത് എപ്പോഴും നമ്മളെ നാട്ടുകാര് നമ്മളെ ആൾക്കാർ എന്നൊരു ചിന്ത കൊണ്ടാണ് എപ്പോഴും നമ്മളെ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ ഈ കമ്പനി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല മെയിൻ ആയിട്ടുള്ള ഇതുണ്ടായത്. പിന്നെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് നമുക്ക് പണ്ട് മുതലേ ഒരു താല്പര്യം ഉണ്ട് ഒരു കാലമാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട്. ഇതൊരു 3 കള്ളി വിൻഡോസ് ആണ്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ചിലപ്പോൾ പറ്റിക്കാൻ സാധ്യത കൂടുതലുണ്ട്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഓൺലൈനായിട്ടൊക്കെ യൂട്യൂബിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവിടെ പോയിട്ട് അവിടെ ഫാക്ടറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ചെറിയ റേറ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയും. അവർ ചെയ്ത് കൊടുക്കുക എന്താ ചിലവർ ചെയ്യാന്ന് ഈ ഫ്രെയിമിന്റെ റേറ്റ് മാത്രമേ നമ്മൾ ഓൺലൈനിൽ അത് ഇട്ട് കൊടുക്കണ്ടാവും. ഈ പാളി ഉണ്ടല്ലോ വിൻഡോ പാളി, അതിന്റെ റേറ്റ് അവിടെ ഇട്ട് കൊടുക്കണ്ടാവില്ല. അത് എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റേറ്റും കൂടി നോക്കുമ്പോൾ നമ്മളുടെ റേറ്റ് ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ആയിട്ടുണ്ടാവും. ഇത് ഗ്ലാസിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ അവര് ഈ ഫ്രെയിം മാത്രമായിട്ട് അവര് സൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിന്റെ പാളി ഇടുകയാണെങ്കിലും അതിന്റെ റേറ്റിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ പേക്ക് പെയിന്റ് അടിച്ച് ഫൈനൽ ഗ്ലാസ് ഫിറ്റിങ്ങിന്റെ വർക്ക് കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് സിംഗിൾ വിൻഡോ ആണ്. അത് 135/60 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇത് നമുക്ക് ബെഡ്റൂമിലൊക്കെ സിംഗിൾ വിൻഡോസ് ആയിട്ട് കൊടുക്കാനും പിന്നെ ബാൽക്കണി അങ്ങനെയുള്ള സൈഡിലൊക്കെ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. അതും പാളിയും കൂട്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് മുമ്പേ ചോദിച്ചായിരുന്നു ഗ്രൗട്ട് കാര്യങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകുമ്പോ പെട്ടെന്ന് അത് മാക്സിമം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈറ്റില് വിൻഡോസിന്റെ ഫ്രെയിം മാത്രമായിട്ട് വെക്കുക. ഗ്ലാസ് ഫ്രെയിം ഊരി വെച്ചിട്ട് പരിപാടിയുടെ ഊരി വെക്കാൻ ഒരു ഇതൊക്കെ ജസ്റ്റ് ലോക്കഡ് ഇഷ്ടമാണ്. നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റിയൊരു ഇതാണ്. അതേപോലെ ഇത് ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലോക്ക് ചെയ്യാനും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഈ ഡാറ്റയുടെ 16 ഗേജുടെ 120 GSM ചെയ്യാൻ കട്ടളയാണ്. 210/90 ആണെങ്കിലും ഇതിന്റെ ഒരു ഗ്യാപ്പ് വരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കോൺക്രീറ്റ് കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വർക്കൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടുമ്പോൾ അതിന്റെ സൗണ്ട് ഫീൽ ചെയ്യും. അത് സൗണ്ട് ഫീൽ ചെയ്യാണ്ടല്ലോ വെച്ചാൽ നമ്മളതിൽ തലവ അങ്ങനെയുള്ള എന്തെങ്കിലും ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെയിന്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് മരത്തിന്റെ ഡോറ് കട്ട്ള അതോ ഇരുമ്പിന്റെ കട്ട്ള ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഗ്യാപ്പ് നമ്മൾ കൂടുതൽ ഫില്ല് ചെയ്യാൻ കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മളെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള കമ്പനിക്കാർ ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ആൾക്കാരായിട്ട് നല്ല ബന്ധം ഉണ്ടായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അടുത്തേക്ക് കൂടുതൽ വരാൻ തുടങ്ങി. കാരണം ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പലരും നമ്മളെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമുക്ക് കൂടുതലും മാർക്കറ്റിംഗ് പോണത്. പിന്നെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മൾ അത്യാവശ്യം പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തിട്ടും കൂടിയാണ് നമുക്ക് കൊടുക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളുടെ നല്ല കമ്പനിക്കാരും നല്ല ഒരു മേഖലയിൽ കൂടുതൽ പല ഇതില് വർക്ക് ചെയ്തതിന്റെ ഒരു ബന്ധം കൊണ്ടും കൂടിയാണ് നമുക്ക് കൂടുതൽ ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതന്നെ നമ്മൾ ഓൾ കേരള എവിടെ ആണെങ്കിലും നമ്മൾ സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതിനുള്ള ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. കൊളപ്പുള്ളി പട്ടാമ്പി റോഡിലെ ചോനേറ്റ് ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ സ്ഥാപനം ഉള്ളത്. കാസ്റ്റൽ വിൻഡോ ഫ്രെയിം ടെക് ഇൻഡസ്ട്രി.